നമസ്കാരം, എഡുഗ്രാസ്പിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരുടെയും പഠിത്തങ്ങളൊക്കെ നടക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോവുക, ടോപ്പിക്കുകൾ മാക്സിമം കവർ ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ആമുഖത്തെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, നോട്ട്സൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ പ്രസിഡൻറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് രാഷ്ട്രപതി എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പിക്കുമായിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വന്നിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. രാഷ്ട്രപതിയെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും രാഷ്ട്രപതി എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്തിലാണെന്ന് ചോദിക്കും. ഭരണഘടനയിൽ ആകെ എത്ര ഭാഗങ്ങളുണ്ട്? 22 ഭാഗങ്ങളാണ് ഭരണഘടനയിലുള്ളത്. ആ 22 ഭാഗത്തിൽ ഭാഗം 5ലാണ് രാഷ്ട്രപതിയെക്കുറിച്ച് പറയുന്നത്. നമുക്കറിയാം, ഭാഗം 2 എന്ന് പറയുന്നത് പൗരത്വമാണ്, ഭാഗം 3 മൗലിക അവകാശങ്ങളാണ്, ഭാഗം 4 നിർദ്ദേശക തത്വങ്ങളാണ്, 4A എന്താണ്? മൗലിക കർത്തവ്യങ്ങളാണ്. അതിൽ ഭാഗം 5ലാണ് രാഷ്ട്രപതി, പ്രധാനമന്ത്രി, അതുപോലെ തന്നെ എന്താണ് കേന്ദ്രമന്ത്രിമാര്, അറ്റോർണി ജനറൽ, ഇവരെയൊക്കെ കുറിച്ച് പറയുന്നത് ഭാഗം 5ലാണ്. ഭാഗം 5ലെ യൂണിയൻ എക്സിക്യൂട്ടീവിനകത്താണ് ഇതെല്ലാം പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് രാഷ്ട്രപതിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വളരെ ലളിതമായിട്ട് പഠിച്ചു പോകാം. രാഷ്ട്രപതി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. നമ്മൾ പഠിക്കുന്നതാണ്. അതായത് ആദ്യ മന്ത്രിസഭയിലെ കൃഷി വകുപ്പും അതുപോലെ തന്നെ ഭക്ഷ്യ വകുപ്പും കൈകാര്യം ചെയ്ത ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നത്, അല്ലേ? അദ്ദേഹമല്ലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനൊരു ഭരണഘടന വേണമെന്ന് പറഞ്ഞ സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് അദ്ദേഹമല്ല. ആ സമയത്ത് INCയുടെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയല്ലേ? 1935 ബോംബെ സമ്മേളനം, അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ട് വന്നിട്ടുണ്ട് അദ്ദേഹം. അതുപോലെ തന്നെ അദ്ദേഹം എന്താണ്, നമ്മുടെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ സ്ഥിര അധ്യക്ഷൻ എന്നറിയപ്പെടുന്നതും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അല്ലേ? പഠിച്ചു വെക്കണേ. അപ്പോൾ ആദ്യ മന്ത്രിസഭയിൽ ഭക്ഷ്യം കൈകാര്യം ചെയ്ത മന്ത്രി ആരാണ്? കൃഷിമന്ത്രി എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ രാജേന്ദ്ര. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രപതി, ഏറ്റവും കൂടുതൽ കാലം ഇരുന്ന രാഷ്ട്രപതി എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. പഠിച്ചു വെക്കണേ. 1950 മുതൽ 62 വരെയും ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന വ്യക്തിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. പഠിച്ചു വെക്കണേ. സത്യാഗ്രഹ അറ്റ് ചമ്പാരൻ, അതൊക്കെ അദ്ദേഹത്തിന്റെ കൃതികളല്ലേ. അദ്ദേഹത്തിന് അറിയപ്പെടുന്ന ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അല്ലെ. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്ന രാഷ്ട്രപതി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. പഠിച്ചു വെക്കണേ. ഇത്രയും കാര്യങ്ങൾ രാജേന്ദ്ര പ്രസാദിനെ പറ്റി, അതായത് നമ്മുടെ രാഷ്ട്രപതിയായ രാജേന്ദ്ര പ്രസാദിനെ പറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ പറ്റി ഒന്ന് അറിഞ്ഞിരിക്കുക. അതായത് ഇന്ത്യൻ രാഷ്ട്രപതി എന്ന് പറയുന്നത് ഇന്ത്യയുടെ രാഷ്ട്ര തലവനാണ്. അതായത് രാഷ്ട്രപതിയാണ് ഇന്ത്യയുടെ രാഷ്ട്ര തലവൻ, സർവ്വ സൈനാധിപൻ, അല്ലേ? സർവ്വ സൈനാധിപൻ എന്നറിയപ്പെടുന്നത് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ഐക്യവും അതുപോലെ തന്നെ സമഗ്രതയും ഐക്യദാർഢ്യത്തെയും അനുസരിച്ച് അതിൻ്റെ പ്രതീകമായിട്ട് പ്രവർത്തിക്കുന്നതും രാഷ്ട്രപതിയല്ലേ. ഇന്ത്യയുടെ പ്രഥമ പൗരനല്ലേ രാഷ്ട്രപതി? പഠിച്ചു വെക്കണം. ഇന്ത്യയുടെ പ്രഥമ പൗരനാണ് രാഷ്ട്രപതി എന്നറിയപ്പെടുന്നത്, അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ സായുധ സേനാ തലവൻ, അതുപോലെ തന്നെ പ്രതിരോധ സേനാ തലവൻ, ഇതെല്ലാം നമ്മുടെ രാഷ്ട്രപതിയാണ്, പ്രസിഡന്റാണ്. പഠിച്ചു വെക്കണേ. അപ്പോൾ ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രസിഡന്റ് നമ്മൾ പഠിച്ചു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇനി നമ്മൾ പഠിക്കുന്ന രണ്ടാമത്തെ രാഷ്ട്രപതി, ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നത് ഡോക്ടർ S രാധാകൃഷ്ണനാണ്. നമ്മൾ കൃത്യമായിട്ട് ഓർഡറിൽ എല്ലാവരെയും നമുക്ക് പഠിക്കാനുള്ള ക്ലാസ് വളരെ നീണ്ടുപോകും, അത് നിങ്ങൾക്കൊരു ബോറാവും. അപ്പോൾ നമ്മളത് പ്രധാനപ്പെട്ട, അതായത് ഈ പറഞ്ഞ പ്രസിഡന്റിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രസിഡന്റുകളെയൊക്കെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അറിയപ്പെടുന്നതും വിശേഷണങ്ങളും ഒക്കെയാണ് പറയുന്നത്. നമുക്കറിയാം, ഡോക്ടർ S രാധാകൃഷ്ണൻ, അല്ലേ? ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് നമ്മൾ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത്. 1888 ഡോക്ടർ S രാധാകൃഷ്ണൻ ജനിച്ചത്. പഠിച്ചു വെക്കണേ. 1888 ജനിച്ച വ്യക്തികളെ ഒന്ന് നമുക്ക് പറയാം. CV രാമൻ ജനിച്ചത് 1888. ഡോക്ടർ S രാധാകൃഷ്ണൻ ജനിച്ചത് 1888. 1888 നടന്ന പ്രധാന സംഭവമല്ലേ അരവിപ്പുറം ശിവപ്രതിഷ്ഠ. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഡോക്ടർ S രാധാകൃഷ്ണനാണ് എന്താണ് ഇന്ത്യയിലെ രണ്ടാമത്തെ രാഷ്ട്രപതി, ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി. പഠിച്ചു വെക്കണം. ഇന്ത്യയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റും ഇന്ത്യയുടെ സെക്കൻഡ് പ്രസിഡന്റ് എന്നറിയപ്പെടുന്നതും ആരാ? ഡോക്ടർ S രാധാകൃഷ്ണനാണ്. പഠിച്ചു വെക്കണേ.
അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് അധ്യാപക ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. പഠിച്ചു വെക്കണേ. പിന്നീട് ഡോക്ടർ എസ് രാധാകൃഷ്ണനെ കുറിച്ച് പറയുകയാണെങ്കിൽ തത്വചിന്തകനായ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നത്, പഠിച്ചു വെക്കണേ, തത്വചിന്തകനായ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നതും ആരാണ്? നമ്മുടെ ഡോക്ടർ എസ് രാധാകൃഷ്ണന. രാജ്യസഭയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും ഡോക്ടർ എസ് രാധാകൃഷ്ണന. രാജ്യസഭയുടെ ചെയർപേഴ്സൺ, ആദ്യത്തെ ചെയർമാനാണ് ആര്? ഈ പറഞ്ഞ ഉപരാഷ്ട്രപതി ആയിരിക്കത്തില്ലേ ചെയർമാൻ? രാജ്യസഭയുടെ ചെയർമാനായിട്ട് വരുന്നത് ഉപരാഷ്ട്രപതിയാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. അപ്പോൾ രാജ്യസഭയുടെ ആദ്യ ചെയർമാൻ എന്നറിയപ്പെടുന്നത് ആരാ? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അദ്ദേഹത്തെ രാജ്യസഭയുടെ പിതാവ് എന്ന് വിളിച്ചത് നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ്. പഠിച്ചു വെക്കണേ. അദ്ദേഹം എന്താണ് രാജ്യസഭയുടെ പിതാവ് എന്ന് അദ്ദേഹത്തെ വിളിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, അദ്ദേഹത്തെ കുറിച്ച് ഒന്ന് ഓർത്തു വെക്കുക. തത്വചിന്തകനായ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നു. രാജ്യസഭയുടെ പിതാവ് എന്നറിയപ്പെടുന്ന രാഷ്ട്രപതിയാണ് ആര്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇദ്ദേഹത്തിൻ്റെ സമയത്തല്ലേ ആദ്യമായിട്ട് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്? 1962 നടന്ന ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യുദ്ധത്തെ ആസ്പദമാക്കിയാണ് ആദ്യത്തെ അടിയന്തരാവസ്ഥ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ആ സമയത്ത് പ്രതിരോധ മന്ത്രി ആരാ? VK കൃഷ്ണമേനോനാണ് അല്ലേ? നമ്മുടെ ചേരി ചേരാ പ്രസ്ഥാനം എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്ന VK കൃഷ്ണമേനോനാണ് എന്ത് ചെയ്യുന്നത്? ആ സമയത്തെ പ്രതിരോധ മന്ത്രി. ആദ്യത്തെ അടിയന്തരാവസ്ഥ സമയത്ത് ആദ്യ പ്രതിരോധ മന്ത്രി എന്നറിയപ്പെടുന്ന ആരാണ്? VK കൃഷ്ണമേനോനാണ് അല്ലേ? അതുപോലെ തന്നെ ആദ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് ആദ്യത്തെ രാഷ്ട്രപതി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സമയത്തെ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. 1962 ഇന്ത്യ ചൈന യുദ്ധം നമ്മൾ പഠിക്കുന്നതാണ്. പിന്നീട് നമ്മൾ പഠിക്കേണ്ട രാഷ്ട്രപതി, ഇന്ത്യയുടെ മൂന്നാമത്തെ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നത്. ഈ ആദ്യത്തെ കുറച്ച് പേരുകൾ നമ്മൾക്ക് ഇമ്പോർട്ടൻ്റാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവരെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ വിശേഷണങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ മൂന്നാമത്തെ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നത് ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ്. പഠിച്ചു വെക്കണേ. ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ്. പഠിച്ചു വെക്കുക. ഇന്ത്യയുടെ മൂന്നാമത്തെ രാഷ്ട്രപതി മുസ്ലിം വംശത്തിൽ നിന്ന്, അതായത് എന്താണ് മുസ്ലിമായ ആദ്യ രാഷ്ട്രപതി ഇല്ലേ? ഇന്ത്യയുടെ മുസ്ലിം രാഷ്ട്രപതി എന്നറിയപ്പെടുന്ന ആദ്യ മുസ്ലിം രാഷ്ട്രപതിയാണ് ആരാ? ഡോക്ടർ സക്കീർ ഹുസൈൻ. ഇന്ത്യയുടെ മൂന്നാമത്തെ രാഷ്ട്രപതി എന്നറിയപ്പെടുന്ന ആരാണ്? സക്കീർ ഹുസൈന. അതുപോലെ തന്നെ എന്താണ് പദവിയിലിരിക്കെ അന്തരിച്ച രാഷ്ട്രപതിയും സക്കീർ ഹുസൈൻ അല്ലേ? പഠിച്ചു വെക്കണേ. ഇന്ത്യയിലെ ആദ്യത്തെ അടിയന്തരാവസ്ഥ 62 തുടങ്ങി 1968 ജനുവരി 10 അത് നിർത്തലാക്കിയ രാഷ്ട്രപതി ആരാണ്? സക്കീർ ഹുസൈൻ. അടിയന്തരാവസ്ഥ പിൻവലിച്ച രാഷ്ട്രപതി എന്നറിയപ്പെടുന്നത് ആരാണ്? സക്കീർ ഹുസൈനാണ്. വിദ്യാഭ്യാസ തത്വചിന്തകനല്ല, തത്വചിന്തകനായ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണെങ്കിൽ വിദ്യാഭ്യാസ തത്വചിന്തകനായ രാഷ്ട്രപതി എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ സക്കീർ ഹുസൈനാണ്. പഠിച്ചു വെക്കണേ. ജാമിയ മിലിയ യൂണിവേഴ്സിറ്റി, ഇതൊക്കെ ആരാണ്? ഡോക്ടർ സക്കീർ ഹുസൈനാണ്. പഠിച്ചു വെക്കണേ. അപ്പം ഇന്ത്യയുടെ മൂന്നാമത്തെ രാഷ്ട്രപതി, ഇന്ത്യയുടെ മുസ്ലിം രാഷ്ട്രപതി എന്നറിയപ്പെടുന്ന ആദ്യ മുസ്ലിം രാഷ്ട്രപതി ഡോക്ടർ സക്കീർ ഹുസൈനാണ്. അതുപോലെ തന്നെ ആദ്യ അടിയന്തരാവസ്ഥ പിൻവലിച്ച രാഷ്ട്രപതി ഡോക്ടർ സക്കീർ ഹുസൈനാണ്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. പിന്നീട് നമ്മൾ പറയുന്നത് നമ്മുടെ VV ഗിരി. ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് VV ഗിരിയാണ്. പഠിച്ചു വെക്കണേ. ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് എന്നറിയപ്പെടുന്നതും നമ്മുടെ ബാങ്ക് ദേശസാൽക്കരണം 1969, അതായത് 67-69 വരെയുള്ളൂ സക്കീർ ഹുസൈൻ. ശേഷം അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട്, അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രസിഡന്റ് സ്ഥാനം ഒഴിച്ചിടാൻ പാടില്ല, 6 മാസത്തിനകം പുതിയ പ്രസിഡന്റിനെ കൃത്യമായി എടുത്തിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് വന്ന വ്യക്തി 1969 തന്നെ സക്കീർ ഹുസൈൻ്റെ മരണത്തെ തുടർന്ന് വന്നതാണ് ആര്? VV ഗിരി ഇല്ലേ? ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് എന്നറിയപ്പെടുന്ന അദ്ദേഹമാണ്. അദ്ദേഹം 1969 തൊട്ട് 1974 വരെയും ഇന്ത്യയുടെ പ്രസിഡന്റായി പ്രവർത്തിച്ച വ്യക്തിയാണ്. പഠിച്ചു വെക്കണേ. അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നീട് നമ്മൾ പറയുന്നത് 1974 മുതൽ 77 വരെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന വ്യക്തിയാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫക്രുദ്ദീൻ അലി അഹമ്മദ് അല്ലേ? ഇന്ത്യയുടെ മുസ്ലിം വംശത്തിൽ, അതായത് മുസ്ലിമായ രണ്ടാമത്തെ രാഷ്ട്രപതി. പഠിച്ചു വെക്കണം. ഇന്ത്യയുടെ മുസ്ലിമായ രണ്ടാമത്തെ രാഷ്ട്രപതിയാണ് ആര്? ഈ പറഞ്ഞ ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അതുപോലെ തന്നെ എന്താണ് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന രാഷ്ട്രപതിയാണ് ആര്? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. പഠിച്ചു വെക്കണേ. ആഭ്യന്തര അടിയന്തരാവസ്ഥ വരുന്ന സമയത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അതുപോലെ തന്നെ ഇന്ത്യയെ നമ്മുടെ ആമുഖത്തെ ഒരേ ഒരു തവണ ഭേദഗതി ചെയ്തു നമ്മൾ പറഞ്ഞു. ആ സമയത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ് അല്ലേ? 1976 ഇദ്ദേഹത്തിന്റെ കാലഘട്ടമാണ് 1974 മുതൽ 77 വരെ. അതുപോലെ ഇദ്ദേഹത്തെ അറിയപ്പെടുന്ന നിർഭാഗ്യവാനായ രാഷ്ട്രപതി എന്നറിയപ്പെടുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. പഠിച്ചു വെക്കണേ.
നിർഭാഗ്യവാനായ ആദ്യ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നതും ഇദ്ദേഹമാണ്. ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതി, നിർഭാഗ്യവാനായ ഇന്ത്യയുടെ രാഷ്ട്രപതി എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. പിന്നീട് നമ്മൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രപതിമാരെ പറയുകയാണെങ്കിൽ ഒന്നാമത്തെ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. രണ്ടാമത്തെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രപതി എന്നറിയപ്പെടുന്നത് നീലം സഞ്ജീവ റെഡ്ഡിയാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു വിശേഷണം പറയാമോ? എന്താണ്? ഇദ്ദേഹം ലോകസഭാ സ്പീക്കർ ആയിട്ടുണ്ട്, മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിച്ച വ്യക്തിയാണ്. നമ്മുടെ ടി പ്രകാശം മന്ത്രിസഭയിൽ മന്ത്രിസ്ഥാനം വഹിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പം നീലം സഞ്ജീവ റെഡ്ഡിയും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്, പഠിച്ചു വെക്കണേ. ഈ നീലം സഞ്ജീവ റെഡ്ഡിയുടെ സമയത്തല്ലേ ഒരു ഭേദഗതി നടന്നത്? ഏത് ഭേദഗതിയാണ്? 1978 44-ാം ഭേദഗതി. ഏതാണ്? സ്വത്തവകാശം എന്താണ്? മൗലിക അവകാശത്തിന്റെ പട്ടികയിൽ നിന്ന് നീക്കി നിയമ അവകാശമാക്കി മാറ്റിയ സമയത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ? നീലം സഞ്ജീവ റെഡ്ഡിയ. ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. പിന്നീട് അടുത്തൊരു രാഷ്ട്രപതിയെ പറയുകയാണെങ്കിൽ ഗ്യാനി സെയിൽ സിംഗ്. ജ്ഞാനി എന്ന തൂലികനാമത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യയുടെ രാഷ്ട്രപതിയല്ലേ ഗ്യാനി സെയിൽ സിംഗ്. പഠിച്ചു വെക്കണേ. 1986 പോക്കറ്റ് വീറ്റോ നടപ്പിലാക്കിയ ഇന്ത്യയുടെ രാഷ്ട്രപതിയല്ലേ ഗ്യാനി സെയിൽ സിംഗ്. എന്താ പോക്കറ്റ് വീറ്റോ? അതായത് ഒരു നിയമം പാസ്സാവുന്നത് എപ്പോഴാണ്? രാഷ്ട്രപതി ഒപ്പുവെക്കുമ്പോഴാണ്. അത് നീട്ടിക്കൊണ്ട്, അതായത് അത് കൃത്യമായി കൈവശം വെച്ചിട്ട് എന്താണ്, അത് ഒപ്പിടാതെ നിയമമാക്കാതെ കൈവശം വെക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ വീറ്റോ പവർ ആർട്ടിക്കിൾ എത്രയാണ്? പഠിച്ചു വെക്കണം. 111 ആണ്. 110 മണിബില്ലാണെങ്കിൽ 111 വീറ്റോ ആണ്. വീറ്റോ പവറാണ്, രാഷ്ട്രപതിയുടെ വീറ്റോ പവറാണ്. നമ്മൾ ഈ ക്ലാസ്സിൻ്റെ അവസാന ആർട്ടിക്കിളുകൾ പറയുന്നുണ്ട് രാഷ്ട്രപതിയുടെ. അതുകൂടെ പറഞ്ഞാൽ രാഷ്ട്രപതി കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ 111 എന്ന് പറയുന്നത് വീറ്റോ ആണ്. ആ പവർ ഉപയോഗിച്ച്, പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ച് ആദ്യമായിട്ട് പോസ്റ്റ് ഓഫീസ് നിയമം തടഞ്ഞു വെച്ച രാഷ്ട്രപതിയല്ലേ 1986 ഗ്യാനി സെയിൽ സിംഗ്. അതുപോലെ തന്നെ ഒരു സിഖുകാരനായ ആദ്യ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നത് ആരാണ്? ഗ്യാനി സെയിൽ സിംഗ്. ജ്ഞാനി എന്ന പേരിൽ അറിയപ്പെടുന്ന രാഷ്ട്രപതി ആരാണ്? ഈ പറഞ്ഞ ഗ്യാനി സെയിൽ സിംഗ് ആണ്. പിന്നീട് നമ്മൾ പഠിക്കേണ്ട ഒരു രാഷ്ട്രപതിയാണ് ചൈന സന്ദർശിച്ച ആദ്യ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നതും, അതുപോലെ തമിഴ്നാടിന്റെ വ്യവസായിക ശില്പി എന്നറിയപ്പെടുന്ന രാഷ്ട്രപതിയും, ഇന്ത്യയുടെ ധനകാര്യമന്ത്രി ആയതിനു ശേഷം രാഷ്ട്രപതിയായ വ്യക്തി എന്നൊക്കെ അറിയപ്പെടുന്ന വെങ്കിട്ടരാമൻ. പഠിച്ചു വെക്കണേ. എന്താണ്? തമിഴ്നാടിന്റെ വ്യവസായിക ശില്പി എന്നറിയപ്പെടുന്ന രാഷ്ട്രപതി, അതുപോലെ തന്നെ ചൈന സന്ദർശിക്കുന്ന ആദ്യ രാഷ്ട്രപതി, അതുപോലെ തന്നെ പിന്നെന്താണ്? ധനകാര്യമന്ത്രി ആയതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ് ആര്? വെങ്കിട്ടരാമൻ. ആ രാഷ്ട്രപതിയും കൂടി എന്ത് ചെയ്യുക? ഒന്ന് അറിഞ്ഞു വെക്കണേ. അപ്പോൾ അത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പഠിക്കേണ്ടത് ദളിതനായ ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി. പഠിച്ചു വെക്കണം. ഇന്ത്യയുടെ 10ാമത്തെ പ്രസിഡന്റ്, ദളിതനായ ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നത് KR നാരായൺ. അദ്ദേഹം മലയാളിയല്ലേ, കോട്ടയം ജില്ലയിലെ ഉഴവൂരിൽ ജനിച്ച രാഷ്ട്രപതിയല്ലേ നമ്മുടെ KR നാരായൺ. അതുപോലെ തന്നെ നമ്മുടെ രാജ്യസഭയിലെ വോട്ട് ചെയ്ത രാഷ്ട്രപതി, അതുപോലെ തന്നെ നമ്മുടെ നിയമസഭയെ അഭിസംബോധന ചെയ്ത രാഷ്ട്രപതി എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? KR നാരായണനല്ലേ. അദ്ദേഹത്തിന്റെ അദ്ദേഹം ജനിച്ച സ്ഥലം കോട്ടയം ജില്ലയിലെ ഉഴവൂരാണ്. പഠിച്ചു വെക്കണേ. ഉഴവൂരാണ് അദ്ദേഹം ജനിച്ചത്. ഇന്ത്യയുടെ 10ാമത്തെ രാഷ്ട്രപതി, ദളിത് വിഭാഗത്തിൽ നിന്ന് വന്ന ആദ്യ രാഷ്ട്രപതിയാണ് ആര്? KR നാരായണൻ. അതുപോലെ തന്നെ ഇന്ത്യയുടെ മലയാളിയായ ആദ്യ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നതും KR നാരായണനല്ലേ. അതുപോലെ തന്നെ പിന്നീട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പഠിക്കാനുള്ള രാഷ്ട്രപതിയാണ് ഇന്ത്യയുടെ 11ാമത്തെ പ്രസിഡന്റ് എന്നറിയപ്പെടുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹം ജനിച്ചതെന്നാണ് 1931 ONV കുറിപ്പ് ജനിച്ചതും 1931 ONV കുറിപ്പിന്റെ ആത്മകഥയുടെ പേരെന്താണ്? പോക്കുവെയിൽ മണ്ണിൽ എഴുതിയത് അല്ലേ. നമ്മൾ പഠിക്കുന്നതാണ് പോക്കുവെയിൽ മണ്ണിൽ എഴുതിയത്. അപ്പോൾ നമുക്ക് APJ അബ്ദുൽ കലാമിലേക്ക് 1931 ആര് ജനിക്കുന്നത്? APJ അബ്ദുൽ കലാം ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഒക്ടോബർ 15 ദേശീയ വിദ്യാർത്ഥി ദിനം എന്നറിയപ്പെടുന്നത്. 1931 ഒക്ടോബർ 15 അദ്ദേഹം ജനിച്ചത്. ആ ഒക്ടോബർ 15 വിദ്യാർത്ഥി ദിനം എന്നറിയപ്പെടുന്നത്. ആ ഒക്ടോബർ 15 പഠിച്ചു വെക്കണേ. ഡോക്ടർ APJ അബ്ദുൽ കലാം
അദ്ദേഹത്തിൻ്റെ എന്താണ് പഠിച്ചു വെക്കുക, അദ്ദേഹമാണ് ഇന്ത്യയുടെ 11ാമത്തെ പ്രസിഡന്റ്. ₹1 ശമ്പളം വാങ്ങിയ ആദ്യ രാഷ്ട്രപതി, അല്ലെ? ₹1 മാത്രം ശമ്പളം വാങ്ങിയിരുന്ന രാഷ്ട്രപതി എന്നറിയപ്പെടുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം അല്ലേ? അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഒരുപാട് സംഭാവനകൾ അദ്ദേഹം നൽകിയില്ലേ? ബഹിരാകാശ ഇതിൽ ഒരുപാട് സംഭാവനകൾ അദ്ദേഹം നൽകി. ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന രാഷ്ട്രപതി അല്ലേ ഡോക്ടർ APJ അബ്ദുൽ കലാം? അപ്പോൾ SLV-3 അതൊക്കെ അദ്ദേഹത്തിൻ്റെ നിർമ്മാണമല്ലേ? അപ്പോൾ അത് പഠിച്ചു വെക്കുക. ഈ പറഞ്ഞ ഇന്ത്യയുടെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന രാഷ്ട്രപതിയാണ് ആര്? ഡോക്ടർ APJ അബ്ദുൽ കലാം എന്നറിയപ്പെടുന്ന ₹1 മാത്രം ശമ്പളം വാങ്ങിയ രാഷ്ട്രപതി എന്നറിയപ്പെടുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. പഠിച്ചു വെക്കണം. അദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് ന്യൂസ് പേപ്പർ അല്ലേ വില്യം ബീറ്റ്സ്, അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണേ. അതുപോലെ തന്നെ മിഷൻ ഇന്ത്യ, അദ്ദേഹത്തിൻ്റെ കൃതികളെ മിഷൻ ഇന്ത്യ, വിങ്സ് ഓഫ് ഫയർ, അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതിയാണ് വിങ്സ് ഓഫ് ഫയർ. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഡോക്ടർ APJ അബ്ദുൽ കലാം. പിന്നീട് നമ്മൾ പോകുന്ന ഇന്ത്യയുടെ ആദ്യ വനിതാ രാഷ്ട്രപതിയാണ്. ഇപ്പോൾ ഇന്ത്യയുടെ 2ാമത്തെ വനിതാ രാഷ്ട്രപതിയാണ് ഭരണം നടത്തുന്നത്, അല്ലേ? അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നത് പ്രതിഭ പാട്ടീൽ അല്ലേ? ഈ ലോകത്ത് എന്താണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ എന്താണ് യാത്ര ചെയ്ത രാഷ്ട്രപതിയാണ് ആര്? പ്രതിഭ പാട്ടീൽ. നമുക്കറിയാം KR നാരായണന് എതിരായിട്ട് നിന്ന്, അതായത് KR നാരായണൻ പരാജയപ്പെടുത്തിയത് ആരെയാണെന്ന് ചോദിക്കും. അതായത് രാഷ്ട്രപതി സ്ഥാനത്ത് മത്സരിക്കുമ്പോൾ KR നാരായണൻ പരാജയപ്പെടുത്തിയത് ആരെയാണ്? പഠിച്ചു. നമ്മുടെ APJ അബ്ദുൽ കലാം പരാജയപ്പെടുത്തിയത് ലക്ഷ്മി സൈഗാളിനെ ആണെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ KR നാരായണൻ പരാജയപ്പെടുത്തിയത് TN ശേഷനെയാണ്. പഠിച്ചു വെക്കണം. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആകുന്ന ആദ്യത്തെ മലയാളിയാണ് TN ശേഷൻ. അദ്ദേഹത്തെയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ KR നാരായൺ എന്ത് ചെയ്യുന്നത്? രാഷ്ട്രപതിയായ പ്രസിഡന്റായ KR നാരായൺ എന്ത് ചെയ്യുന്നത്? പരാജയപ്പെടുത്തുന്നത്. പഠിച്ചു വെക്കണേ. അതുപോലെ തന്നെ നമ്മുടെ പ്രതിഭ പാട്ടീൽ പരാജയപ്പെടുത്തുന്ന ആരാണ്? ഇന്ത്യയുടെ ആദ്യ വനിതാ രാഷ്ട്രപതിയാണ് പ്രതിഭ പാട്ടീൽ, അല്ലേ? ഷെക്കാവത്തിനെയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ പ്രതിഭ പാട്ടീൽ എന്ത് ചെയ്യുന്നത്? പരാജയപ്പെടുത്തുന്നത്. പഠിച്ച ഇന്ത്യയുടെ ആദ്യ വനിതാ രാഷ്ട്രപതിയാണ് പ്രതിഭ പാട്ടീൽ. പഠിച്ചു വെക്കുക. ലോകത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ സന്ദർശിച്ച രാഷ്ട്രപതി എന്നറിയപ്പെടുന്നത് ആരാണ്? ഈ പറഞ്ഞ പ്രതിഭ പാട്ടീൽ. ഇന്ത്യയുടെ 12ാമത്തെ രാഷ്ട്രപതിയല്ലേ? പഠിച്ചു വെക്കണം. ഇന്ത്യയുടെ 12ാമത്തെ രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ 13ാമത്തെ രാഷ്ട്രപതിയല്ലേ പ്രണബ് മുഖർജി? സഞ്ചരിക്കുന്ന എൻസൈക്ലോപീഡിയ എന്നറിയപ്പെടുന്ന അദ്ദേഹമല്ലേ? സഞ്ചരിക്കുന്ന എൻസൈക്ലോപീഡിയ എന്നറിയപ്പെടുന്നത് പ്രണബ് മുഖർജി. ഇദ്ദേഹവും എന്താണ് ധനകാര്യമന്ത്രി ആയതിനു ശേഷം എന്താണ് ഈ പറഞ്ഞ മൻമോഹൻ സിംഗ്, നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് എന്നാണ് ധനകാര്യമന്ത്രി ആയിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം 2ാമത്, അതായത് ധനകാര്യമന്ത്രി ആയതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ പ്രസിഡന്റ് വെങ്കിട്ടരാമനാണെങ്കിൽ ധനകാര്യമന്ത്രി ആയതിനു ശേഷം പ്രധാനമന്ത്രിയായ 2ാമത്തെ വ്യക്തിയല്ലേ പ്രണബ് മുഖർജി. പഠിച്ചു വെക്കണേ. 2019 അല്ലേ? 2019 അദ്ദേഹത്തിന് ഭാരതരത്നം കിട്ടിയത്. അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണേ. പിന്നീട് നമുക്ക് പറയാനുള്ള പ്രണബ് മുഖർജി കഴിഞ്ഞു കഴിഞ്ഞാൽ 13ാമത്തെ പ്രസിഡന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ 14ാമത് വന്ന പ്രസിഡന്റാണ് രാംനാഥ് കോവിന്ദ്. ഇദ്ദേഹത്തിൻ്റെ ഒരു വിശേഷണമാണ് ദളിതനായ 2ാമത്തെ പ്രസിഡന്റ്. പഠിച്ചു വെക്കണേ. ദളിത് വിഭാഗത്തിൽ നിന്ന് വന്ന 2ാമത്തെ പ്രസിഡന്റ് എന്നറിയപ്പെടുന്ന, ആദ്യത്തെ പ്രസിഡന്റ് KR നാരായണൻ ആണെങ്കിൽ 2ാമത്തെ പ്രസിഡന്റ് എന്നറിയപ്പെടുന്ന രാംനാഥ് കോവിന്ദാണ്. പഠിച്ചു വെക്കണേ. രാംനാഥ് കോവിന്ദാണ് 2ാമത് ദളിത് വിഭാഗത്തിൽ നിന്ന് വന്ന 2ാമത്തെ പ്രസിഡന്റ്. പഠിച്ചു വെക്കണേ. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിയമസഭയിൽ വോട്ട് ചെയ്തൊരു രാഷ്ട്രപതിയുണ്ട്, പറയാൻ വിട്ടുപോയതാണ്, APJ അബ്ദുൽ കലാം. പഠിച്ചു വെക്കണേ. നിയമസഭയിൽ വോട്ട് ചെയ്ത ആദ്യ രാഷ്ട്രപതിയാണ് ആര്? ഡോക്ടർ APJ അബ്ദുൽ കലാം. പഠിച്ചു വെക്കണേ. പിന്നീട് നമ്മൾ വന്ന 14ാമത്തെ രാഷ്ട്രപതിയാണ് രാംനാഥ് കോവിന്ദ്. ദളിത് വിഭാഗത്തിൽ നിന്ന് വന്ന 2ാമത്തെ രാഷ്ട്രപതിയാണ് ആര്? രാംനാഥ് കോവിന്ദ്. പഠിച്ചു വെക്കണേ. അതുപോലെ തന്നെ യുദ്ധഭൂമി സന്ദർശിച്ച ആദ്യ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം ആണെങ്കിൽ യുദ്ധഭൂമി സന്ദർശിച്ച 2ാമത്തെ രാഷ്ട്രപതി അല്ലേ? അതായത് 2ാമത്തെ രാഷ്ട്രപതി എന്നറിയപ്പെടുന്ന രാംനാഥ് കോവിന്ദാണ്. സിയാച്ചിൻ സന്ദർശിച്ച ആദ്യ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമാണ്, അല്ലേ? അപ്പോൾ ഇപ്പം നിലവിൽ നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപതി എന്നറിയപ്പെടുന്ന 15ാമത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമു, അല്ലേ? ദ്രൗപദി മുർമു ആണ് നമ്മുടെ 2ാമത്തെ വനിതാ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നത്. ആരാ? ദ്രൗപദി മുർമു. ഒഡീഷക്കാരി അല്ലേ? ഒഡീഷയിൽ നിന്ന് വന്ന രാഷ്ട്രപതിയാണ് ആര്? ദ്രൗപദി മുർമു. പഠിച്ചു വെക്കണേ. അതായത് ഏതാണ്? ഗോത്ര വിഭാഗത്തിൽ നിന്ന് വന്ന, ആദിവാസി വിഭാഗത്തിൽ നിന്ന് വന്ന ആദ്യ വനിതാ രാഷ്ട്രപതിയാണ് ആരെന്ന് പറയുന്നത്? ദ്രൗപദി മുർമു. ഒഡീഷയിൽ നിന്ന് വന്നതാണ്. സന്താൾ ആദിവാസി വിഭാഗത്തിൽ നിന്നാണ്
സമയത്താണ് ആര് വന്നത്? ദ്രൗപദി മുർമു. പഠിച്ചു വെക്കണേ. ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി, ഇപ്പൊ നിലവിലെ ഇത് വെച്ച് ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യയുടെ വനിതാ രാഷ്ട്രപതി, വനിതയല്ല ഇന്ത്യയുടെ ഒരു രാഷ്ട്രപതി എന്നറിയപ്പെടുന്നത് ഈ പറഞ്ഞ ദ്രൗപദി മുർമു. അതായത് ഇന്ത്യൻ രാഷ്ട്രപതിമാർ 2 വനിതാ രാഷ്ട്രപതിമാരാണ്. ഒന്ന് പ്രതിഭ പാട്ടീലും ഒന്ന് ദ്രൗപദി മുർമുവാണ്. അപ്പോൾ ഇതിൽ ഇന്ത്യൻ രാഷ്ട്രപതിമാരുടെ ഇത് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യയുടെ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നതും ആരാണ്? ഇപ്പൊ നിലവിൽ ദ്രൗപദി മുർമുവാണ്. പഠിച്ചു വെക്കണേ. ഒഡീഷയിൽ നിന്ന് വന്നതാണ്. അതുപോലെ തന്നെ എന്താണ്, ആദിവാസി വിഭാഗത്തിൽ നിന്ന് വന്നതാണ് സന്താൾ എന്ന് പറയുന്ന ആദിവാസി വിഭാഗത്തിൽ നിന്ന് വന്ന വനിതയാണ് ആര്? ദ്രൗപദി മുർമു. അപ്പൊ ഇത്രയും രാഷ്ട്രപതിമാരാണ് നമുക്ക് പഠിക്കാനുള്ളത്. പ്രധാനമായിട്ട് ഇവരുടെ ഇത്രയൊക്കെ ഉള്ള വിശേഷണങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കണം. അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് അവരുടെയൊക്കെ പ്രത്യേക ജ്ഞാനി എന്നറിയപ്പെടുന്ന രാഷ്ട്രപതി, നമ്മുടെ LP UP വളരെ സിമ്പിളായിട്ടോ അല്ലെങ്കിൽ ആഴത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ആർട്ടിക്കിളുകളിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഇത്രയും രാഷ്ട്രപതിമാരെ നമ്മളൊന്ന് പഠിച്ചു വെക്കുക. രാഷ്ട്രപതിയാകേണ്ട യോഗ്യതകൾ അറിഞ്ഞിരിക്കുക. ഇന്ത്യൻ പൗരനായിരിക്കണം. അതുപോലെ തന്നെ 35 വയസ്സ് പൂർത്തീകരിച്ച ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഇന്ത്യയുടെ രാഷ്ട്രപതിയാകാൻ പറ്റൂ. പഠിച്ചു വെക്കണേ. 35 വയസ്സ് പൂർത്തിയായ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇന്ത്യയുടെ രാഷ്ട്രപതിയാകാൻ പറ്റൂ. അതുപോലെ തന്നെ ആദായം പറ്റുന്ന കേന്ദ്ര സംസ്ഥാനത്തിൻ്റെ വകുപ്പുകളൊന്നും വഹിക്കാൻ പാടില്ല. അപ്പോൾ രാഷ്ട്രപതി എന്ന് പറയുന്നത് എന്താണ്? ഈ പറഞ്ഞ ആദായം പറ്റുന്ന കേന്ദ്രത്തിൻ്റെ ആയാലും സംസ്ഥാനത്തിൻ്റെ ആയാലും വകുപ്പുകളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. പിന്നീട് നമുക്ക് രാഷ്ട്രപതിയുടെ ആർട്ടിക്കിളുകളിലേക്ക് പോകാം. വളരെ ഇച്ചിരി ഡീപ്പായിട്ട് തന്നെ നമ്മൾ പഠിക്കേണ്ടതാണ്. രാഷ്ട്രപതിമാരെന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ കൃത്യമായിട്ടൊന്ന് എഴുതിയെടുത്ത് തന്നെ പഠിക്കുക. അപ്പോൾ നമ്മുടെ രാഷ്ട്രപതിമാരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ആർട്ടിക്കിളുകളിലേക്ക് പോവുകയാണ്. ആർട്ടിക്കിളുകൾ പഠിക്കും. പ്രധാനമായിട്ട് ഇന്ത്യക്കൊരു രാഷ്ട്രപതി വേണം എന്ന ആശയം, അല്ലെങ്കിൽ ഇന്ത്യക്കൊരു രാഷ്ട്രപതി വേണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 52. കൃത്യമായിട്ട് ഇന്ത്യക്കൊരു രാഷ്ട്രപതി വേണം, രാഷ്ട്രത്തലവനായ ഒരു രാഷ്ട്രപതി വേണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 52. പഠിച്ചു വെക്കണേ. ആർട്ടിക്കിൾ 54 എന്താണ്? രാഷ്ട്രപതി തെരഞ്ഞെടുപ്പാണ്. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഏതാ? ആർട്ടിക്കിൾ 54. അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ കാലാവധിയെ കുറിച്ച് പറയുന്നത് 5 വർഷമല്ലേ ഒരു രാഷ്ട്രപതിയുടെ കാലാവധി? ഏതാണ്? 56. 52 രാഷ്ട്രപതി വേണമെന്നുള്ളതാണ്. 54 രാഷ്ട്രപതി തെരഞ്ഞെടുപ്പാണ്. 56 രാഷ്ട്രപതിയുടെ കാലാവധിയാണ്. പഠിച്ചു വെക്കണേ. 56 രാഷ്ട്രപതിയുടെ കാലാവധി. 58 ആർട്ടിക്കിൾ 58 എന്ന് പറയുന്നത് രാഷ്ട്രപതിയുടെ യോഗ്യതകളെ കുറിച്ച് പറയുന്നതാണ്. പഠിച്ചു വെക്കണേ. രാഷ്ട്രപതിയുടെ യോഗ്യതകളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 58. പഠിച്ചു വെക്കണേ. 60 രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞയാണ്. പഠിച്ചു വെക്കാൻ എളുപ്പമല്ലേ? 52, 54, 56, 58, 60 രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞയെ പറ്റി പറയുന്നതാണ് ആർട്ടിക്കിൾ 60. രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യുന്നത്? സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. പഠിച്ചു വെക്കണേ. ഈ രാഷ്ട്രപതി സ്ഥാനം ഒഴിഞ്ഞു കടന്നു കഴിഞ്ഞാൽ അടുത്ത ആ പദവി കിട്ടുന്നത് വൈസ് പ്രസിഡന്റ്. രാഷ്ട്രപതിയുടെ അടുത്ത രാഷ്ട്രപതി സ്ഥാനത്ത് ആളില്ലെങ്കിൽ എന്താണ്? വൈസ് പ്രസിഡന്റ് ആണ് പിന്നീട് എന്ത് ചെയ്യുന്നത്? രാഷ്ട്രപതി സ്ഥാനം അലങ്കരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് ഇല്ലെങ്കിൽ ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ആ സ്ഥാനം വഹിക്കുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇല്ലെങ്കിൽ എന്താണ്? അഭാവത്തിൽ ആരാണ്? സുപ്രീം കോടതിയിലെ ഏറ്റവും മുതിർന്ന ജഡ്ജിയാണ് ആ പദവി വഹിക്കുന്നത്. പഠിച്ചു വെക്കണം. 61 എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 61 ഇന്ത്യയിൽ ഇതുവരെയും പ്രയോഗിക്കാത്ത ഒരെണ്ണമാണ് ഇംപീച്ച്മെന്റ്. ഇംപീച്ച്മെന്റിന് പുറത്തായ രാഷ്ട്രപതി ഇന്ത്യയിൽ ഇല്ല, അല്ലേ? അപ്പോൾ 61 എന്ന് പറയുന്നത് ഇംപീച്ച്മെന്റ് ആണ്. ആർട്ടിക്കിൾ 61 ഇംപീച്ച്മെന്റ് ആണ്. പഠിച്ചു വെക്കണേ. 61 ഇംപീച്ച്മെന്റ് ആണ്. ആർട്ടിക്കിൾ 62 എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്? രാഷ്ട്രപതി സ്ഥാനം ഒഴിഞ്ഞു കിടക്കാൻ പാടില്ല. 6 മാസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യണം? ഒരു രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കണം. കൃത്യമായിട്ട് എന്ത് ചെയ്യണം? രാഷ്ട്രപതി സ്ഥാനം ഇപ്പം പദവിയിലിരിക്കുന്ന ഒരാൾ അന്തരിച്ചു പോവുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ഥാനം ഒഴിയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 6 മാസത്തിനുള്ളിൽ പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കപ്പെടണം. അതുപോലെ തന്നെ അതാണ് 62 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 63 ഉപരാഷ്ട്രപതി. അതിലോട്ട് നമുക്ക് പിന്നൊരു ടോപ്പിക്കുമായിട്ട് വരാം. 62 ആർട്ടിക്കിൾ അതാണ്. അതുപോലെ തന്നെ പിന്നീട് നമ്മൾ പഠിക്കേണ്ട ഒരു ആർട്ടിക്കിൾ 72. രാഷ്ട്രപതി പൊതുമാപ്പ് കൊടുക്കുന്ന ആർട്ടിക്കിളാണ് 72. രാഷ്ട്രപതിക്ക് എവിടെ ഇപ്പോൾ ഒരാളെ തൂക്കിക്കൊല്ലാൻ പോയാലും കൃത്യമായിട്ട് രാഷ്ട്രപതി പറയുകയാണ് കൊല്ലണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊതുമാപ്പാണ്. അതായത് ഒരാൾക്ക് കൃത്യമായിട്ട് ഒരു തീരുമാനമെടുക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് അവിടെ പറയുന്നത്. അതായത് 72 എന്ന് പറയുന്ന രാഷ്ട്രപതി പൊതുമാപ്പ് കൊടുക്കാനുള്ള രാഷ്ട്രപതിയുടെ
രാഷ്ട്രപതിയുടെ അധികാരം, അത് സായുധ സേനയായാലും പ്രതിരോധ സേനയായാലും അവിടെ എല്ലാം രാഷ്ട്രപതിക്ക് ഒരേ ഒരു അധികാരമാണ്, 72 പൊതുമാപ്പ് കൊടുക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ്. 75 ആർട്ടിക്കിൾ 75 എന്താണ്? പ്രധാനമന്ത്രിയെ നിയമിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് 75. അപ്പോൾ പ്രധാനമന്ത്രിയെ നിയമിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം എന്ന് പറയുന്നത് അതാണ് ആർട്ടിക്കിൾ 75. പഠിച്ചു വെക്കണേ, ആർട്ടിക്കിൾ 75 പ്രധാനമന്ത്രിയെ നിയമിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം. ഇനി പാർലമെന്റ് സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നത് ആരാ? രാഷ്ട്രപതിയാണ്. പിരിച്ചുവിടുന്നത്, അപ്പോൾ പാർലമെന്റ് സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുന്നതും പിരിച്ചുവിടുന്നതും ആരാണ്? രാഷ്ട്രപതിയാണ്. പാർലമെന്റ് സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നത് ആർട്ടിക്കിൾ 85 രാഷ്ട്രപതിയാണ്. പഠിച്ചു വെക്കണേ, പാർലമെന്റ് സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 85, അത് രാഷ്ട്രപതിയാണ്. 86 പാർലമെന്റ് സമ്മേളനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രപതിയുടെ അധികാരമാണ് ആർട്ടിക്കിൾ 86. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കണം. ആർട്ടിക്കിളുകൾ നമ്മളൊന്ന് പഠിക്കാതെ പോയാൽ അതൊരു നഷ്ടമാവും. അപ്പോൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ച് തന്നെ പോവുക. പിന്നീട് ആർട്ടിക്കിൾ പറയുകയാണെങ്കിൽ 111, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീറ്റോ ആണ് എന്താന്ന് പറയുന്നത് 111. 3 തരത്തിലുള്ള വീറ്റോ ഉണ്ട്. അബ്സല്യൂട്ട് വീറ്റോ ഉണ്ട്, സസ്പെൻസീവ് വീറ്റോ ഉണ്ട്, പോക്കറ്റ് വീറ്റോ ഉണ്ട്. അപ്പോൾ രാഷ്ട്രപതിയുടെ അധികാരമാണ് പറഞ്ഞത്. ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് നമുക്കറിയാം അബ്സല്യൂട്ട് വീറ്റോ, 2 സസ്പെൻസീവ് വീറ്റോ, 3 പോക്കറ്റ് വീറ്റോ. പോക്കറ്റ് വീറ്റോ നമ്മൾ പറഞ്ഞു രാഷ്ട്രപതിക്ക് തടഞ്ഞു വെക്കാനുള്ള അധികാരം. അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പൂർണ്ണമായിട്ടും ഒപ്പിടാതെ നിയമമാക്കാതെ തടഞ്ഞു വെക്കാനുള്ള അധികാരം. അതായത് പ്രൈവറ്റ് ബില്ലിന് മേൽ രാഷ്ട്രപതിക്ക് എടുക്കാനുള്ള അധികാരം ഒന്നാമത്തത്. 2 പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റ് സ്ഥാനത്തിലിരിക്കുക, അവരൊരു ബില്ല് പാസ്സാക്കാനായിട്ട് ഒപ്പിട്ട് കൊടുക്കുകയാണ് രാഷ്ട്രപതിയിലേക്ക്. ആ സമയത്ത് തന്നെ ഗവൺമെന്റ് കാലാവധി കഴിഞ്ഞ് ഗവൺമെന്റ് പോയി, അടുത്ത ഗവൺമെന്റ് വന്ന ഉടനെ ഒപ്പിട്ട് കൊടുക്കാതിരിക്കാൻ, അതായത് അങ്ങനെ തടഞ്ഞു വെക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് ഏതെന്ന് പറയുന്നത് ഈ പറഞ്ഞ അബ്സല്യൂട്ട് വീറ്റോ. ആ സമയത്ത് രാഷ്ട്രപതിക്ക് നിർബന്ധമായിട്ടും ഒപ്പിടണമെന്നില്ല. പഠിച്ചു വെക്കണേ, അതാണ് അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറയുന്നത്. ഇനി സസ്പെൻസീവ് വീറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും പാർലമെന്റ് പാസ്സാക്കി രാഷ്ട്രപതിയിലേക്ക് നിയമമാക്കി കൊടുക്കാനായിട്ട് കൊടുക്കുന്ന നിയമം. ഈ പറഞ്ഞ നിയമത്തിൽ രാഷ്ട്രപതി എന്ത് ചെയ്യാണ്? പുനഃപരിശോധനയ്ക്ക് വേണ്ടി വീണ്ടും പാർലമെന്റിന്റെ ചർച്ചയ്ക്കായിട്ട് വെക്കുകയാണ്. അതാണ് സസ്പെൻസീവ് വീറ്റോ. പഠിച്ചു വെക്കണേ. അപ്പൊ 3 വീറ്റോകളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് പോക്കറ്റ് വീറ്റോ, ഒന്ന് സസ്പെൻസീവ് വീറ്റോ, ഒന്ന് അബ്സല്യൂട്ട് വീറ്റോ. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ രാഷ്ട്രപതിക്ക് വീറ്റോ പുറപ്പെടുവിക്കാനുള്ള ആർട്ടിക്കിളാണ് 111. പഠിച്ചു വെക്കണേ, ആർട്ടിക്കിൾ 111. പിന്നീട് പഠിക്കേണ്ടത് നമ്മുടെ രാഷ്ട്രപതി ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ 123. പഠിച്ചു വെക്കണേ, രാഷ്ട്രപതി ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ 123. രാഷ്ട്രപതി സുപ്രീം കോടതിയിൽ നിന്ന് നിയമോപദേശം തേടുന്നത് ആർട്ടിക്കിൾ 143. ഇത്രയും ആർട്ടിക്കിൾ എന്ത് ചെയ്യുക? രാഷ്ട്രപതിയിൽ നിന്ന് നമ്മൾ പഠിച്ചു വെക്കുക. രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് ഇത്രയും ആർട്ടിക്കിൾ നമ്മൾ പഠിക്കുക. അപ്പോൾ രാഷ്ട്രപതി ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ 123 ആണെങ്കിൽ രാഷ്ട്രപതി സുപ്രീം കോടതിയോട് നിയമോപദേശം തേടുന്നത് ആർട്ടിക്കിൾ 143. രാഷ്ട്രപതി പ്രധാനമന്ത്രിയെ നിയമിക്കുന്ന ആർട്ടിക്കിൾ 75. അതുപോലെ രാഷ്ട്രപതി പാർലമെന്റ് സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്ന ആർട്ടിക്കിൾ 85. രാഷ്ട്രപതി പാർലമെന്റ് സമ്മേളനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ആർട്ടിക്കിൾ 86. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ആർട്ടിക്കിൾ 54. പഠിച്ചു വെക്കണം, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് എത്രയാണ്? ആർട്ടിക്കിൾ 54. രാഷ്ട്രപതിയുടെ കാലാവധി 5 വർഷം, ആർട്ടിക്കിൾ പഠിച്ചു വെക്കണേ, ആർട്ടിക്കിൾ 56. രാഷ്ട്രപതിയുടെ യോഗ്യതകൾ ആർട്ടിക്കിൾ 58. പഠിച്ചു കൊടുക്കണം. ഇതുപോലെ ഇട്ട് കൊടുത്ത് തന്നെ പഠിക്കണം. കൃത്യമായിട്ട് എഴുതിയെടുത്ത് തന്നെ നോട്ട് ചെയ്ത് പഠിക്കുക. രാഷ്ട്രപതി എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഏത് രാജ്യത്തിന് കടമെടുത്താണെന്ന് ചോദിക്കും. പഠിച്ചു വെക്കണേ, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പൊക്കെ നമ്മൾ അയർലൻഡിൽ നിന്ന് കടമെടുത്ത. പഠിച്ചു വെക്കണേ, രാജ്യസഭാ തെരഞ്ഞെടുപ്പ്, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ ഏത് രാജ്യത്ത് നിന്ന് കടമെടുത്തതാണ്? അയർലൻഡിൽ നിന്ന് കടമെടുത്തതാണ്. പഠിച്ചു വെക്കണേ. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പൊക്കെ കടമെടുത്തത് അയർലൻഡിൽ നിന്നാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് രാഷ്ട്രപതി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് എഴുതിയെടുത്ത് തന്നെ പഠിക്കുക. തുടർന്നും ഇനിയും ഓരോ ടോപ്പിക്കുകളുമായിട്ട്, ഇതിപ്പോൾ ഭരണഘടനയുടെ ഭാഗമായിട്ടുള്ള നമ്മൾ മൗലികാവകാശങ്ങളൊന്നും എടുത്തില്ല, കൃത്യമായിട്ട് അതൊക്കെ അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. ഇന്ന് ഈ രാഷ്ട്രപതിയുടെ കാര്യങ്ങൾ എന്ത് ചെയ്യുക? എല്ലാവരും കൃത്യമായിട്ട് എഴുതിയെടുത്ത് തന്നെ പഠിക്കുക. അപ്പോൾ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.